Hello my dear students, welcome to Learner's World. In this video, I talk about classroom activities part 3 Introducing Literature, Module 3 Literature and Ideology. Classroom activities based on the story The Adivasi Will Not Dance by Hansida Sovendra Shekhar. First question is, what tone does the narrator use to relate the story of the Sandals? അതായത് സന്താളുകളുടെ കഥ പറയാൻ നരേറ്റർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഹി യൂസസ് ദ ടോൺ ഓഫ് ആങ്കർ ആൻഡ് ഡെസ്പയർ. അതായത് ദേഷ്യത്തിൻ്റെയും അതുപോലെ നിരാശയുടെയൊക്കെ ടോണാണ് നമ്മുടെ നരേറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഡു ദ അതേഴ്സ് ഇൻ ഹിസ് കമ്മ്യൂണിറ്റി ഡു ടു എസ്കേപ്പ് ഒപ്രഷൻ? അതായത് ഒപ്രഷനിൽ നിന്ന്, അതായത് ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ളവർ എന്താണ് ചെയ്തിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ്, ദേ മൈഗ്രേറ്റ് ടു അതർ പ്ലേസസ്. അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുടിയേറി പാർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ട്രേസ് ദ വേസ് ഇൻ വിച്ച് പവർ ഡിപ്രൈവ്സ് ദ സാന്തൽസ് ഓഫ് ദെയർ മോസ്റ്റ് വാല്യൂഡ് ഒപ്രഷൻസ്, their land, art, language, culture and identity. അതായത് ഈ ഒരു സാന്തൽസ് ഏറ്റവും വിലമതിക്കുന്ന അവരുടെ ലാൻഡ്, അതുപോലെ അവരുടെ ആർട്ട്, അതുപോലെ അവരുടെ ലാംഗ്വേജ്, കൾച്ചർ, ഐഡൻറ്റിറ്റി, ഇവയൊക്കെ എങ്ങനെയാണ് അധികാരം അവരിൽ നിന്ന് ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അധികാരം അവരിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുള്ളത് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യന്. ആൻസർ ഈസ്, ദർ ലാൻഡ് ഈസ് ഗ്രാബ്ഡ് ബൈ ദ റിച്ച് ടു കൺവേർട്ട് ദെം ആസ് മൈൻസ് ആൻഡ് കോറീസ് ഫോർ കോൾ ആൻഡ് സ്റ്റോൺ. അതായത് അവരുടെ സ്ഥലം, അതായത് ഖനികളും കോറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പണക്കാർ അവരുടെ ലാൻഡൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ലാൻഡ് ഈസ് ഓൾസോ ഗ്രാബ്ഡ് ബൈ റിച്ച് ബിസിനസ് മാൻ ടു ബിൽഡ് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. അതുപോലെ ചില ആളുകൾ അവിടെ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരുടെ ലാൻഡ് കയ്യേറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വി സി 11 വില്ലേജസ് വെക്കേറ്റഡ് ഫോർ കൺസ്ട്രക്റ്റിംഗ് എ തെർമൽ പവർ പ്ലാന്റ് ബൈ എ റിച്ച് ബിസിനസ് മാൻ. അതായത് നമുക്കിതിൽ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതായത് 11 വില്ലേജസിൽ ഉള്ള ആളുകൾ അവിടെ നിന്ന് കൂടി ഒഴിപ്പിക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു തെർമൽ പവർ പ്ലാന്റ് പണിയുന്നതിനാണ് അവരെ കൂടി ഒഴിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. Their art is destroyed by the coal dust coming from the truck transporting coals. അതുപോലെ അവരുടെ ആർട്ടൊക്കെ ആകെ നശിച്ചു പോയിട്ടുണ്ട്. കാരണം ട്രക്കുകളിൽ നിന്നൊക്കെ വരുന്ന കൽക്കരിപ്പൊടി അവരെ ആകെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആർട്ടൊക്കെ ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട്. Their language is destroyed by imposing other languages like ഹിന്ദി on them. അതുപോലെ അവരുടെ ലാംഗ്വേജ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ ഹിന്ദിയും മറ്റും അവരുടെ മേലെന്ത് ചെയ്യുന്നുണ്ട്, അടിച്ചേൽപ്പിച്ചിട്ട് അവരുടെ ഭാഷ അവർ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Their culture is termed inferior and they are forced to imitate other cultures. അതുപോലെ അവരുടെ സംസ്കാരം മോശമാണെന്ന് അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മറ്റ് സംസ്കാരങ്ങളൊക്കെ അവരോട് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. Their identity is destroyed because their Sandal names are replaced by other names. അതുപോലെ അവരുടെ ഐഡൻറ്റിറ്റി പോലും അവർ ഇല്ലാതാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സാന്തൽസിൻ്റെ ഐഡൻറ്റിറ്റി പോലും ഇല്ലാതാക്കുന്നുണ്ട്. അവർക്ക് അവരുടെ സാന്തൽ നെയിംസ് മാറ്റിയിട്ട് വേറെ പേരുകളൊക്കെ അവർക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പവർ എങ്ങനെയാണ് ഈ ഒരു സാന്തൽസിൻ്റെ ലാൻഡ് എങ്ങനെയാണ് കയ്യേറിയിട്ടുള്ളത്, ആർട്ട് എങ്ങനെയാണ് നശിപ്പിച്ചിട്ടുള്ളത്, ലാംഗ്വേജ് എങ്ങനെയാണ് നശിപ്പിച്ചിട്ടുള്ളത്, കൾച്ചർ എങ്ങനെയാണ് നശിപ്പിച്ചിട്ടുള്ളത്, ഐഡൻറ്റിറ്റി എങ്ങനെയാണ് നശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ദെൻ വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് പവർ വർക്ക്സ് ഇൻ ദ സ്റ്റോറി? അതായത് പവർ
ഏതെല്ലാം വഴിക്കാണ് ഈ ഒരു സ്റ്റോറിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ആൻസർ: പവർ വർക്ക്സ് ഇൻ ദ സ്റ്റോറി ബൈ ഫോഴ്സിങ് ദ സാന്തൽസ് ടു അബാൻഡൻ ദെയർ ലാൻഡ്, ആർട്ട്, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ഈവൻ ഐഡൻറ്റിറ്റി. They are asked to leave their homes and migrate to other places. ഈ ഒരു സ്റ്റോറിയിൽ പവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു സാന്തൽസിൻ്റെ ഏറ്റവും വിലമതിക്കുന്ന, അവർ ഈ സന്താളികൾ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകുന്ന അവരുടെ ലാൻഡ്, അവരുടെ ആർട്ട്, ലാംഗ്വേജ്, കൾച്ചർ, ഐഡൻറ്റിറ്റി, ഇവയിലൂടെയാണ് പവർ വർക്ക് ചെയ്യുന്നത്. അതായത് ഇവരുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന്, സാന്തൽസിൽ നിന്ന് അകറ്റുന്നുണ്ട്. പവർ, അധികാരം ഇവരിൽ നിന്ന് ഇതൊക്കെ തട്ടിയെടുക്കുന്നുണ്ട്. അവരുടെ ലാൻഡ് തട്ടിയെടുക്കുന്നുണ്ട്, അവരുടെ കൾച്ചർ നശിപ്പിക്കുന്നുണ്ട്, ലാംഗ്വേജ് നശിപ്പിക്കുന്നുണ്ട്, അവരുടെ ഐഡൻറ്റിറ്റി ഒക്കെ നശിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ അവരുടെ സ്വന്തം വീടും നാടൊക്കെ വിട്ടിട്ട് അവർ വേറൊരു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ, കുടിയേറി പാർക്കാനൊക്കെ ഈ ഒരു പവറാണ് ഫോഴ്സ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Then, how does power appear? Many layered: economic, cultural, social and psychological. And how do these layers act and react in the context of the story? അതായത് പവർ എങ്ങനെയാണ് വിവിധ തലങ്ങളിലായിട്ട്, അതായത് എക്കണോമിക്കായിട്ടും കൾച്ചറലായിട്ടും സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടൊക്കെ എങ്ങനെയാണ് പവർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പവർ കാണപ്പെടുന്നത്, അതുപോലെ ഈ ഒരു തലങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അതായത് ഈ മേഖലകളിൽ, എക്കണോമിക് മേഖലകളിൽ, കൾച്ചറൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ, ഇവിടെയൊക്കെയാണ് എങ്ങനെയാണ് പവർ കാണപ്പെടുന്നത്, എങ്ങനെയാണ് ഈ മേഖലകൾ ഈ സ്റ്റോറിയിൽ വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ആൻസർ: പവർ അപ്പിയേഴ്സ് മെനി ലെയേർഡ്. We see businessmen taking over the land and farmers being forced to work in the factories or companies. അതായത് പവറിന് പല തലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. We see businessmen taking over the land and farmers being forced to work in the factories or companies. അതായത് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയും, അതായത് ബിസിനസ്സുകാർ ഈ ഒരു സാന്തൽസിൻ്റെ ഭൂമി കയ്യേറിയിട്ട് അവിടെ വേറെ സ്ഥാപനങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഫാമേഴ്സിനെ ഫാക്ടറികളിലും അവിടെയുള്ള കമ്പനികളിലൊക്കെ ജോലിക്കാരാക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും, ഈ ഒരു സ്റ്റോറിയിൽ നിന്നാണ് പറയുന്നത്. At the cultural level, the Santhal art and language, songs and dances are made redundant. അതായത് കൾച്ചറൽ ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാന്തൽസിൻ്റെ ആർട്ട്, അതുപോലെ ലാംഗ്വേജ്, അവരുടെ സോങ്സ്, ഡാൻസ്, ഇവയൊക്കെ അവർ യൂസ്ലെസ് ആയിട്ട്, അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ at the social level, the people are persuaded to convert to other religions and their social practices are laughed and discouraged. അതുപോലെ നമ്മൾ സോഷ്യൽ ലെവൽ നോക്കുകയാണെങ്കിൽ, സാമൂഹികമായിട്ട് നോക്കുകയാണെങ്കിൽ, ഈ ഒരു സാന്തൽസിനെ മറ്റ് മതങ്ങളിലേക്ക് മാറ്റുകയും അവരുടെ ഈ ഒരു സാന്തൽസിൻ്റെ ആചാരങ്ങളെ കളിയാക്കുകയും വില കുറച്ച് കാണുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അറ്റ് ദ സൈക്കോളജിക്കൽ ലെവൽ, ദ സാന്തൽസ് ആർ മെയ്ഡ് ടു ഫീൽ ദേ ആർ ഇൻഫീരിയർ ആൻഡ് ദേ ഔട്ട് ടു ചേഞ്ച്. സൈക്കോളജിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഈ സാന്തൽസിനെ അവരൊരു മോശക്കാരാണെന്ന് അവരിൽ തന്നെ ഒരു തോന്നലുണ്ടാക്കിയിട്ട് അവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പവർ വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എക്കണോമിക്കായിട്ടും കൾച്ചറലായിട്ടും സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി ഗിവൺ ബിലോ. അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. ഓക്കെ, while we were fighting. അപ്പോൾ
ഇവിടെ ഈ സാന്തൽസാണ് ഈ സ്റ്റോറി ടെൽ ചെയ്യുന്നത്. അപ്പോൾ സാന്തൽസ് പറയാണ് ഞങ്ങളെല്ലാവരും ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ദിസ് പൊളിറ്റിക്കൽ ലീഡർ കെയിം, ദാറ്റ് പൊളിറ്റിക്കൽ ലീഡർ കെയിം, ദിസ് ക്രിസ്ത്യൻ സിസ്റ്റർ കെയിം, ദാറ്റ് ക്രിസ്ത്യൻ ഫാദർ കെയിം. അപ്പോൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഒരു ക്രിസ്ത്യൻ സിസ്റ്റർ വരുന്നുണ്ട് ഞങ്ങളെ കൂട്ടത്തിലേക്ക്, അതുപോലെ ക്രിസ്ത്യൻ മിഷനറീസ് ഒക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പാരൻ്റ്ലി ടു സപ്പോർട്ട് അസ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ വരുന്നത്. ബട്ട് വി ലോസ്റ്റ്, പക്ഷെ ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ആൻഡ് ആഫ്റ്റർ വി ലോസ്റ്റ് എവരി വൺ ലെഫ്റ്റ്, ദ ലീഡേഴ്സ് വെൻ ബാക്ക് ടു റാഞ്ചി ആൻഡ് ദില്ലി ഓർ വെറെവർ ദേ ഹാഡ് ടു ഗോ. അപ്പോൾ ഈ ഒരു ഫൈറ്റിന് ശേഷം ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളെ വിട്ടിട്ട് എല്ലാവരും പോയി. ലീഡേഴ്സൊക്കെ അവർ റാഞ്ചിയിലേക്കും ദില്ലിയിലേക്കൊക്കെ പോയി. ആൻഡ് ദ ക്രിസ്ത്യൻസ് റിട്ടേൺ ടു ദെയർ മിഷൻസ്, അതായത് ക്രിസ്ത്യൻസ് അവരുടെ മിഷൻസിലേക്ക് പോയി. ബട്ട് അവർ ലാൻഡ് ഡിഡ് നോട്ട് കം ബാക്ക് ടു us, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാൻഡ് ഒന്നും തിരിച്ചു കിട്ടിയില്ല. ഓൺ ദ അതർ ഹാൻഡ് എ ക്രിസ്ത്യൻ സിസ്റ്റർ വാസ് കിൽഡ് ആൻഡ് അവർ ബോയ്സ് വെർ ഇംപ്ലിക്കേറ്റഡ് ഇൻ ഹെർ മർഡർ. അതായത് ഒരു ക്രിസ്ത്യൻ സിസ്റ്റർ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ബോയ്സിനെ അവരാണ് മർഡർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അവരിൽ കുറ്റം ആരോപിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. ദ പേപ്പേഴ്സ്, ദ മീഡിയ, എവരി വൺ ബ്ലെയിംഡ് അവർ ബോയ്സ്. അതായത് പേപ്പേഴ്സും മീഡിയയൊക്കെ ഞങ്ങളുടെ കുട്ടികളെ അവരാണ് കുറ്റക്കാരെന്ന് പറഞ്ഞിട്ട് ബ്ലെയിം ചെയ്തു. They reported that the Christian sister was fighting for our rights and yet our boys killed her. അപ്പോൾ ഈ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്രിസ്ത്യൻ സിസ്റ്റർ ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഞങ്ങളുടെ ബോയ്സ് തന്നെയാണ് അവളെ കൊന്നത് എന്നുള്ളതാണ് ഈ ഒരു മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. നോ വൺ ബോതേർഡ് ടു സീ ദാറ്റ് അവർ ബോയ്സ് ഹാഡ് ബീൻ ഫൈറ്റിംഗ് ഫോർ അവർ ലാൻഡ് ആൻഡ് റൈറ്റ്സ് ഫ്രം ഈവൻ ബിഫോർ ദാറ്റ് ക്രിസ്ത്യൻ സിസ്റ്റർ കെയിം. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല ഞങ്ങളുടെ ബോയ്സ് ഈ ഒരു ക്രിസ്ത്യൻ സിസ്റ്റർ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ലാൻഡിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് ആരും മനസ്സിലാക്കിയില്ല. വൈ വുഡ് ദേ കിൽ ഹെർ, എന്തിനാണ് ഞങ്ങളുടെ ബോയ്സ് അവളെ കൊല്ലേണ്ട ആവശ്യം എന്താണുള്ളത്? ജസ്റ്റ് ബിക്കോസ് അവർ ബോയ്സ് ഡിഡ് നോട്ട് ഹാവ് റിപ്പോർട്ടർ ഫ്രണ്ട്സ് ദെയർ ഫൈറ്റ് വെൻ അൺസീൻ. അതായത് ഞങ്ങളുടെ ബോയ്സിന് ഇപ്പോൾ മീഡിയാസിലൊന്നും ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ തെറ്റായിട്ടുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നത്. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. While the Christian sister with her network of missionaries and their friends got attention. Now that our boys are in jail on false charges of murder, we will fight for us. ഇപ്പം ഞങ്ങളുടെ ബോയ്സ് ജയിലിലാണ്. അവർ ചെയ്യാത്ത തെറ്റിന് വേണ്ടിയിട്ടാണ് അവർ ശിക്ഷ അനുഭവിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനിപ്പോൾ ആരുമില്ല. വേർ ആർ ദ മിഷനറീസ് ആൻഡ് ദെയർ ഫ്രണ്ട്സ് നൗ? ഇപ്പം മിഷനറീസും അവരുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഇഫ് ദ മിഷനറീസ് ആർ അവർ വെൽ വിഷേഴ്സ് ആൻഡ് വേർ ഫൈറ്റിംഗ് ഫോർ അസ്, വൈ ഡിഡ് ദേ റൺ അവേ? അതായത് ഈ മിഷനറീസ് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ അവർ ഓടിപ്പോയി? Kill a well-known Christian sister, accuse a few unknown Sandal boys fighting for their lands of her murder, move both obstacles. The Christian sister and the Sandal boys out of the way, grab as much land as possible, build as many mines as possible and dig out all the coal. This is how this coal company works. Is this scenario so difficult to understand that media does not get it? അതായത് ഞങ്ങളുടെ ബോയ്സ് ഞങ്ങളുടെ ലാൻഡിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു, പക്ഷേ അവർ ആ ഒരു ക്രിസ്ത്യൻ സിസ്റ്ററിനെ കില്ല് ചെയ്തു എന്നുള്ളതാണ് മീഡിയാസൊക്കെ പ്രചരിപ്പിച്ചത്. ഇപ്പോൾ അവർ ചെയ്യാത്ത കുറ്റത്തിനാണ് അവർ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്നാണ് പറയുന്നത്. മീഡിയാസൊക്കെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ മനസ്സിലാക്കാതെ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുകയാണെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളുടെ പാസേജിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡു യു തിങ്ക് ദ മീഡിയ ഡസൻ ഗെറ്റ് ഇറ്റ് ഓർ ഡസ് ഇറ്റ്? അതായത് എന്തുകൊണ്ടാണ് മീഡിയക്ക് അത് പിടികിട്ടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അതോ പിടികിട്ടുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എന്താണ് സത്യാവസ്ഥ മീഡിയക്ക് അറിയാത്തത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ദ മീഡിയ
gets it, but they don't want to say it because they are bribed by the rich people. അതായത് മീഡിയക്ക് എല്ലാ കാര്യങ്ങളും ശരിക്കും പിടികിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ റിച്ച് പീപ്പിൾസ് ഈ മീഡിയയെ പൈസ കൊടുത്തൊക്കെ വാങ്ങിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. വി നോ ദാറ്റ് ദ മോസ്റ്റ് മീഡിയ ആർ കൺട്രോൾഡ് ബൈ പവർഫുൾ പീപ്പിൾ ആൻഡ് ദേ ഓഫൻ ക്ലോസ് ദെയർ ഐസ് ടു ദ പ്രോബ്ലംസ് ഓഫ് ദ പുവർ ആദിവാസീസ്. ദ മീഡിയ ഗെറ്റ് ദെയർ മണി ഫ്രം അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് പാട്രണേജ് ഫ്രം ദ റിച്ച് ആൻഡ് പവർഫുൾ. അതായത് പല മീഡിയ ഓണേഴ്സും വലിയ ധനികരാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മിക്കവാറും മീഡിയ ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് നേരെ അവർ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. മീഡിയക്ക് പണം കിട്ടുന്നത് ധനികരുടെ മറ്റു പ്രതിഭാശാലികളുടെയൊക്കെ പരസ്യങ്ങളിൽ നിന്നും മറ്റു തരത്തിലുള്ള പ്രോത്സാഹനങ്ങളിൽ നിന്നൊക്കെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദിവാസികളുടെ പ്രശ്നങ്ങളിലേക്ക് അവർ വലിയ ഊന്നലൊന്നും കൊടുക്കാറില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു പണക്കാരാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് മീഡിയാസിനൊക്കെ. അതുകൊണ്ടാണ് മീഡിയാസ് ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. അതുകൊണ്ടാണ് അവർക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടാത്തത് എന്നാണ് പറയുന്നത്. ദെൻ കമൻറ്റ് ഓൺ ദ യൂഷ്വൽ റോൾ ഓഫ് ദ NGO ഇൻ സൈഡ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ക്രിസ്ത്യൻ മിഷനറീസ്. അതായത് ഇത്തരം സമരങ്ങളിലും സംഘടനകളിലും NGOകളുടെ റോൾ വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യൻ മിഷനറിമാരുടെ റോൾ ഇവിടെ എന്താണെന്നാണ് പറയുന്നത്. അതായത് ഇത്തരം സമരങ്ങൾ ഫൈറ്റൊക്കെ നടന്ന സമയത്ത് അതിൽ NGOയുടെ റോൾ എന്താണെന്നും അതുപോലെ ക്രിസ്ത്യൻ മിഷനറീസിൻ്റെ റോൾ എന്താണെന്നൊക്കെയാണ് ഇവിടെ വിശദമാക്കാൻ പറഞ്ഞിട്ടുള്ളത്. The NGOs often take up cases of injustice against marginalized groups, but if they find the fight is tough, they withdraw and keep quiet. Here the Christians fight for the Adivasis, but when one of the sisters is killed, the missionaries make a hasty retreat. അതായത് ഈ NGOകൾ സാധാരണ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സമരങ്ങളിലാണ് NGOസൊക്കെ കൂടെ നിൽക്കാറുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ സമരമൊക്കെ കുറച്ചും കൂടെ സങ്കീർണമാകുമ്പോൾ അവരെന്ത് ചെയ്യും, സമരമുഖത്ത് നിന്ന് അവർ പിൻവാങ്ങും എന്നാണ് പറയുന്നത്. അതുപോലെ ക്രിസ്ത്യൻ മിഷനറീസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷനറീസ് ആദിവാസികളുടെ ആ ഒരു ലാൻഡിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കന്യാസ്ത്രീ, അവിടെ ഒരു ക്രിസ്ത്യൻ സിസ്റ്റർ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ സമരത്തിൽ നിന്നും പിന്മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഐ കൺക്ലൂഡ് ഹിയർ. ദ റിമൈനിങ് പാർട്ട് ഓഫ് classroom activity I will discuss in our upcoming videos. Thank you for watching our video. If you are interested, please subscribe, comment, share, like.